നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറാണ് മിനി ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാക്കേജിങ്ങിലാണ് നമുക്ക് ഈ ഒരു മിനി ബൂസ്റ്റ് എന്ന പേരുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കിട്ടുന്നത്. സോ നല്ലൊരു പാക്കേജിങ് തന്നെയാണ്. ഞാനിത് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ആക്ച്വലി. അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിയതല്ല. കാരണം ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 699 റുപ്പീസാണ്. എനിക്ക് ഇവിടുന്ന് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്കൊരു 550 രൂപയ്ക്കാണ് കിട്ടിയത്. സോ നമുക്ക് അൺബോക്സിങ്ങിലാണ്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് പെട്ടി തുറന്ന് നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു രൂപം. സോ നല്ലൊരു ക്വാളിറ്റിയുള്ള ബോക്സിൽ തന്നെയാണ് അവർ നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. സോ ബോക്സിനകത്ത് പിന്നെ ഒരു എന്താ പറയുക ഒരു USB കേബിൾ ഉണ്ട്, മൈക്രോ USB കേബിൾ, പിന്നെ ഒരു ചെറിയ സ്ട്രാപ്പും കൂടി നമുക്ക് ഈ ഒരു എന്താ പറയുക ബോക്സിൽ കിട്ടുന്നുണ്ട്. സോ ഇവിടെയാണ് ആ സ്ട്രാപ്പ് കൊടുക്കുക. പിന്നെ ഒന്നും ബോക്സിനകത്ത് ഇല്ല. പിന്നെ ഒരു വാറണ്ടി കാർഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് കളഞ്ഞു. സോ അതുപോലെയാണ് നമുക്ക് ആ ഒരു എന്താ പറയുക ബ്ലൂടൂത്ത് സ്പീക്കർ കിട്ടുന്നത്. ഒരു 0.5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓണാവും. അതുപോലെ തന്നെ ഒരു 0.5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും. സോ അടിഭാഗത്താണ് ഇതിൻ്റെ ഒരു സ്വിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊരു ബ്ലൂടൂത്തിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. MT എന്നാണ് ഈ ഒരു ഡിവൈസിൻ്റെ പേര്. ബ്ലൂടൂത്ത് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് കാണുന്നത്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ യൂട്യൂബിൽ MCS ആണ് പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം. പമ്പിൻ്റെ സൈസ് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് ഇത്ര വലിയ സൗണ്ട് വരണമെങ്കിൽ ബെസ്റ്റ് സ്പീക്കർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഏറ്റവും നല്ല സ്പീക്കറാണ് വേണമെങ്കിൽ പറയാൻ പറ്റും. വളരെ കോമ്പാക്റ്റുള്ള നമുക്ക് എവിടെ എടുത്തുകൊണ്ട് നടക്കാനായിട്ട് പറ്റും. അതിന് വലിയ എന്താ പറയുക റിസൾട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ഫീച്ചർ കൂടി ഇതിനകത്തുണ്ട്. കാൾ നമുക്കിപ്പോൾ കാൾ അക്സെപ്റ്റ് ചെയ്യാൻ കാളിൻ്റെ ബട്ടണൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ സൈസ് തന്നെയാണ് വലിയൊരു വളരെ ലൗഡായിട്ടുള്ളൊരു വോയിസ് തന്നെയാണ്. ഒരു പരിമിതി കാരണം ഇത്ര ചെറിയ സ്മാർട്ട് വലിയൊരു ബാസ്കറ്റ് വരികയെന്ന് പറഞ്ഞു പോസിബിൾ അല്ല ശരിക്കും. അത്യാവശ്യം ഒരു ബാസ് കിട്ടുന്നുണ്ട്. ട്രബിൾ എന്ന് പറയുമ്പോൾ ഒരു സോങ് പ്ലേ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ ഉപയോഗം. പിന്നെ 600 mAh ബാറ്ററി എങ്ങാണ്ടാണ് ബോക്സിൽ കാണുന്നത്, നമുക്ക് അറിയില്ല. അതിൻ്റെ മറ്റൊരു ഫീച്ചർ കാൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് കൂടാതെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ക്യാമറയുടെ റിമോട്ടായിട്ട് ഇതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോൺ ഓൺ ചെയ്യുക, അതിനുശേഷം ഇത് കണക്ട് ചെയ്തിടണം. നമ്മൾ ആ സ്പീക്കറായിട്ട് കണക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഫോൺ ഇവിടെയൊക്കെ കൊണ്ടുവെക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ ഇവിടെയിൽ ഒരു സ്റ്റാൻഡിൽ ഒന്നിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ഇതിന്മേൽ നിൽക്കണ്ടോ, ഇതിന്മേൽ പ്രസ് ചെയ്യുമ്പോൾ ഫോട്ടോ ക്യാപ്ചർ ആവും. അതൊരു നല്ല ഫീച്ചർ തന്നെയാണെന്നാണ് എൻ്റെ ഒരു എന്താ പറയുക അഭിപ്രായം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഇതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് നമ്മളെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു നല്ലൊരു ഫീച്ചർ തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. അതും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആമസോണിൻ്റെ ലിങ്ക് അതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 699 റുപ്പീസാണ് ഇതിൻ്റെ വില. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വാങ്ങി നോക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പോലെ ലോക്കൽ മാർക്കറ്റിലൊക്കെ പോയി നോക്കി ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ എന്താ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നു വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ തൊട്ടിട്ട് തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തി ഇടുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ക്ലിപ്സ് കണ്ടു നോക്കാം.